ഹലോ ഗായ്സ്, ദിസ് ഇസ് മീ തോട്ട്സ് ഓഫ് ദീപ്തി. അപ്പോൾ ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഫസ്റ്റ് ലോങ് വീഡിയോ കുറച്ച് റെലവൻറ്റ് ടോപ്പിക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഭയങ്കര ചൂടാണ് കേട്ടോ, അതാണ് മുഖം ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെലവൻറ്റ് ടോപ്പിക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ത്യൻ മൂവീസ് അല്ലെങ്കിൽ മലയാളം മൂവീസ് നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതിന് പറ്റിയിട്ട് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഞാൻ ജനിച്ചത് 1998-ലാണ്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ മസ്റ്റായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. 1998 തൊട്ട് എല്ലാ ജനറേഷനും, അതായത് 2000-ലേക്ക് വരുന്ന ജനറേഷൻ മുഴുവൻ ഒരു വയലൻസ് മൂവീസ് കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ മലയാള സിനിമയേക്കാളും കൂടുതൽ ഹോളിവുഡ് മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം എനിക്കറിയാം, അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മലയാളം മൂവീസ് കാണുന്നത് കുറവാണ്. ഈയിടെ ഇറങ്ങിയ മാർക്കോ സിനിമ കണ്ടപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സ് മീൻസ് കുറച്ച് 2000-ലേക്ക് കടക്കുന്ന ഫ്രണ്ട്സ് കുറച്ചുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കോ എന്ത് വയലൻസ് എന്നാണ് പറയുന്നത്, നമ്മൾ കണ്ട അത്ര മൂവിയുടെ വയലൻസ് ഒന്നുമില്ല, നമ്മൾ ഇന്ന മൂവി കണ്ടിട്ടില്ലേ, ആ മൂവിയുടെ അത്ര വയലൻസ് ഒന്നുമില്ല, ഇതൊക്കെ ഒരു വയലൻസ് ആണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മലയാള സിനിമ കണ്ടിട്ട് നിങ്ങളുടെ മക്കൾ ഒരിക്കലും നശിക്കില്ല എന്നുള്ളതാണ്. സിനിമകൾ ഓഫ് കോഴ്സ് സ്വാധീനിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. മലയാള സിനിമകൾ കാണുന്നത് കുറവാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ തന്നെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പോഴത്തേനും മാർക്കോ മൂവിക്ക് ടി വിയിൽ നിന്ന് വിലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഞാൻ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. പക്ഷേ ഞാൻ നോക്കുകയാണെങ്കിൽ അവർ ടി വിയിൽ കണ്ടില്ലെങ്കിൽ അവരെന്തായാലും ഫോണിൽ കാണുമല്ലോ. ഇപ്പോൾ ഒരു +1 മുതലുള്ള എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോൺ. +1 വേണ്ട, ഒരു 8th 9th പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് ഫോണുണ്ട്. ഈ കുട്ടികൾ ഈ ഫോണ് സ്കൂളിലും കൊണ്ടുപോകുന്നുണ്ട്. ടീച്ചേഴ്സ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുത്തിടില്ലല്ലോ. ഈ റീൽസ് സ്കൂളിൽ പോയിട്ട് കുട്ടികൾ എടുക്കുന്ന റീൽസ് വീട്ടിൽ വന്ന് അമ്മമാർക്ക് കാണിച്ചു കൊടുക്കും. ഈ അമ്മമാർ കുട്ടികൾ സ്കൂളിൽ നിന്ന് എടുത്ത റീൽസ് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വരണം, ഉള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ വരണം. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ കുട്ടികളെ പഠിക്കാനാണ് വരുന്നത്. +1 +2-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഫ്രീ ടൈമിലാണ് അവർ സിനിമാസൊക്കെ കാണുന്നത്. അപ്പോൾ ആ സിനിമ, ഉദാഹരണത്തിന് ഇപ്പോൾ ഗൾബ് മൂവിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു അവരുടെ റീൽസ്. ഗൾബ് കണ്ടിട്ട് കരയുന്ന കുട്ടികൾ, അതും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ, +1 +2-ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഫോൺ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഓഫ്ലൈൻ ക്ലാസ്സിന് എന്തിന് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളൊരു ഫോൺ കൊടുത്തേക്കണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഒരിക്കലും അതിൻ്റെ ആവശ്യം വരുന്നില്ല. പണ്ട് നമ്മൾ പഠിക്കാൻ സ്കൂളിലേക്ക് പോകുന്നതാണ്. സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാർ നമുക്ക് ഫോൺ തന്നിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ കോളേജ് ടൈമിൽ ഒരു ഫസ്റ്റ് ഇയറിലൊക്കെ നമുക്ക് ഫോൺ അലൗഡ് ആയിരുന്നില്ല. 1 hour ഫോൺ തരിക. അതും 1 hour കഴിഞ്ഞാൽ അവർ ഹോസ്റ്റലിലെ വാർഡൻ അല്ലെങ്കിൽ ഹോസ്റ്റൽ സെക്രട്ടറി വന്ന് നമ്മുടെ ഫോൺ കൊണ്ടുപോകും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ സ്കൂളിലേക്ക് പാരൻസായിട്ട് കൊടുത്തുവിടാണ്, എൻ്റെ മക്കളെ വിളിക്കണം എന്നുള്ളൊരു ഇതിൽ. അപ്പം നിങ്ങളുടെ മക്കൾ എങ്ങനെ ഫോൺ യൂസ് ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ നോക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോസ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.